സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രളയത്തിൽ മണ്ണും ചെളിയും നിറഞ്ഞ് നികന്ന ചെക്ക് ഡാം ക്ലീൻ ചെയ്യാൻ നടപടിയില്ല. പന്നിയാർ മിനി പവർ ഹൗസിന്റെ പ്രവർത്തനം അവതാളത്തിൽ. 35 മെഗാവാട്ടിന്റെ പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 മെഗാവാട്ട്. റവന്യൂ ഭൂമിയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റം. വനം വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങി അതിജീവന പോരാട്ടവേദി. പ്രതിഷേധം ശക്തമാക്കുമെന്നും റസാഖ് ചൂരവേലിൽ. അടിമാലി കുരങ്ങാട്ടി ആദിവാസി മേഖല ഇപ്പോഴും പരിധിക്ക് പുറത്ത്. പ്രദേശത്ത് BSNL ടവർ നോക്കുകുത്തിയെന്ന് നാട്ടുകാർ. ആശയവിനിമയത്തിന് സംവിധാനം ഒരുക്കണമെന്നും കുടുംബങ്ങൾ. സംസ്ഥാന പാതയിലെ അപകടക്കണിയായി മാറിയ പാലം നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാരന്റെ അനാസ്ഥ. വികസനം കാത്ത മൂന്നാർ കുമളി സംസ്ഥാന പാതയിലെ ശാന്തൻപാറ ചണ്ണക്കട പാലം. വിശദമായ വാർത്തകളിലേക്ക്. പന്നിയാർ മിനി പവർ ഹൗസിന്റെ ഭാഗമായ ചെക്ക് ഡാമിൽ മണ്ണും മണലും നിറഞ്ഞ് നികന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 2018 പ്രളയത്തിൽ തകർന്ന പവർ ഹൗസിന്റെ പൂർണ്ണതോതിൽ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കുവാനും കഴിഞ്ഞിട്ടില്ല. 35 മെഗാവാട്ടിന്റെ പദ്ധതിയിൽ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 മെഗാവാട്ട് മാത്രം. കാലവർഷം എത്തുന്നതിനു മുമ്പ് ചെക്ക് ഡാമിലെ മണലും ചെളിയും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകരും രംഗത്തെത്തി. അന്നത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി നേരിട്ടെത്തി പന്നിയാർ മിനി പവർ ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രവർത്തനം ആരംഭിച്ചത്. 140 കോടി രൂപ മുടക്കിയാണ് 35 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന മിനി പവർ ഹൗസ് സ്ഥാപിച്ചത്. പന്നിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പന്നിയാർ പവർ ഹൗസിന് സമീപം ചെക്ക് ഡാം കെട്ടി തടഞ്ഞു നിർത്തി മിനി പവർ ഹൗസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളപ്പാച്ചിലിൽ പവർ ഹൗസിൽ കേടുപാടുകൾ ഉണ്ടായതോടെ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായി നിലച്ചു.
പിന്നീട് 4 കോടി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചെങ്കിലും 5 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. നമ്മുടെ ഈ മേഖലയിലെ വൈദ്യുതി ഉൽപാദനത്തിന് വളരെ പോരായ്മകളുണ്ട്. നമുക്കറിയാമല്ലോ, വൈദ്യുതിക്ക് വലിയ ചാർജ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. ഇതുപോലുള്ള സംവിധാനങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതായിട്ട് എത്ര വർഷമായി? ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയാണ്. സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യുതി പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കും. ഇതോടൊപ്പം 2018 പ്രളയത്തിൽ കുത്തിയൊഴുകിയെത്തിയ മണ്ണും ചെളിയും നിറഞ്ഞ ചെക്ക് ഡാം പൂർണ്ണമായി നികന്നു. ഇത് നീക്കം ചെയ്യാനും നടപടിയില്ല. ചെക്ക് ഡാമിലെ മണൽ ലേലം ചെയ്തു നൽകിയാൽ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യത്തിൽ പ്രതിസന്ധി നേരിടുന്ന ലൈഫ് ഭവന പദ്ധതിക്കടക്കം ഗുണകരമാകുമെന്നും സർക്കാർ ഖജനാവിലേക്ക് കോടികളുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. ലക്ഷക്കണക്കിന് ലോഡ് മണൽ ഈ മിനി ചെക്ക് ഡാം നിറഞ്ഞു കിടക്കുകയാണ്. ഇത് ലേലം ചെയ്തു കൊടുത്താൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയും. സർക്കാരിലേക്കും പഞ്ചായത്തിലേക്കും വരുമാനമാവും. കൂടാതെ നമ്മുടെ നാട്ടിലെ ലൈഫ് PMAY ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നവർക്ക് 4 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വലിയ കൈത്താങ്ങാവും. മണൽ ലേലം ചെയ്യണമെന്നും പവർ ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കണമെന്നും ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകർ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ. ചിന്നക്കനാലിൽ റവന്യൂ ഭൂമിയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റം. വനം വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി. റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം കോടതിയിൽ നൽകുമെന്നും ഒപ്പം ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. റിസർവ് വനമെന്ന് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ആദിവാസികൾക്ക് വിതരണം നടത്താനുള്ളതാണെന്ന് ആരോപിച്ച് പട്ടികവർഗ ഏകോപന സമിതിയടക്കം സമരത്തിലേക്ക് നീങ്ങുന്നതിന് പിന്നാലെയാണ് വിഷയം ഏറ്റെടുത്ത് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ വനം വകുപ്പിന് ഒരു അവകാശവുമില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് അതിജീവന പോരാട്ടവേദിയുടെ തീരുമാനം. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വനവൽക്കരണത്തിൻ്റെ ഒരു ഗുണ്ട പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്നക്കനാൽ പ്രശ്നം ഗൗരവമായി തന്നെ ഞങ്ങളെടുക്കും. ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പുതിയ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോടതിയെ സമീപിക്കുന്നതിനൊപ്പം വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. അവിടെയുള്ള ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ സമരം തൊട്ടടുത്ത ദിവസം തന്നെ റേഞ്ച് ഓഫീസിന് മുമ്പിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമരവും ഇതോടൊപ്പം ഉണ്ടാവും. നിലവിൽ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നതിന്റെ തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ തടഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, കരട് വിജ്ഞാപനം ഇറങ്ങിയ ഭൂമിയുടെ കസ്റ്റോഡിയൻ നിലവിൽ സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടറാണ്. ഇദ്ദേഹം പോലും അറിയാതെ വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇതടക്കം കോടതിയിൽ ചൂണ്ടിക്കാട്ടുമെന്നും റസാഖ് ചൂരവേലിൽ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കുരങ്ങാട്ടിയ ആദിവാസി മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് കുടുംബങ്ങളെ വലയ്ക്കുന്നു. പ്രദേശത്ത് നെറ്റ്വർക്ക് ലഭ്യമാക്കുവാൻ BSNL ടവർ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പറയത്തക്ക പ്രയോജനമില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി തങ്ങളുടെ ആശയവിനിമയ ക്ലേശം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കൊരങ്ങാട്ടി ആദിവാസി മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് വേണ്ടവിധം ലഭ്യമാകാത്തതാണ് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത്. നാളുകളായി ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം തീരെയുണ്ടായിരുന്നില്ല. കാത്തിരിപ്പിനൊടുവിൽ സമീപ മേഖലയിൽ ഒരു BSNL ടവർ സ്ഥാപിക്കപ്പെട്ടു. ആശ്വാസമായെന്ന് കരുതി മറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിരുന്നവരിൽ പലരും BSNL നെറ്റ്വർക്കിലേക്ക് മാറി. പക്ഷേ BSNL ടവർ സ്ഥാപിക്കപ്പെട്ടിട്ടും പറയത്തക്ക പ്രയോജനമില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. വൈഫൈ ഇല്ല, ഒന്നുമില്ല. നിലവിൽ പുറത്തേക്ക് ഒരാളെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പോലുള്ള അവസ്ഥ ഇല്ലിപ്പോൾ അവിടെ. അപ്പോൾ അതൊന്ന് ശരിയാക്കണമെന്ന് നമ്മൾ ഞാനിപ്പോൾ 3 പ്രാവശ്യം ഞാൻ BSNL ഓഫീസിൽ വന്നു. സാറേ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഞങ്ങൾ BSNL ഓഫീസിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തു. പക്ഷേ എന്നിട്ടും അവിടുന്ന് എന്താ പറയുക, ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സംവിധാനം മാറ്റിയാൽ മാത്രമേ ശരിയാവത്തുള്ളൂ. കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ ശല്യം സ്ഥിരമായുള്ള മേഖല കൂടിയാണ് കൊരങ്ങാട്ടി. കാട്ടുപോത്തും കാട്ടുപന്നിയുമെല്ലാം ഈ മേഖലയിൽ വിഹാരം നടത്താറുണ്ട്.
വീടുകൾക്കു നേരെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ സമയങ്ങളിൽ മറ്റുള്ളവരെ വിവരമറിയിക്കാനോ ആശയവിനിമയം നടത്താനോ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ അപര്യാപ്തത മൂലം കുടുംബങ്ങൾക്ക് സാധിക്കാറില്ല. മഴക്കാലങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നാലും മറ്റുള്ളവരോട് നേരിട്ടെത്തി വിവരം ധരിപ്പിക്കുകയേ നിർവാഹമുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി തങ്ങളുടെ ആശയവിനിമയ ക്ലേശം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. തുക അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും സംസ്ഥാന പാതയിലെ അപകടക്കെണിയായി മാറിയ പാലം നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാരൻ. നിരവധി അപകടങ്ങളും മരണങ്ങളും നടന്നിട്ടുള്ള മൂന്നാർ കുമളി സംസ്ഥാന പാതയിലെ ശാന്തൻപാറയ്ക്കും പൂപ്പാറയ്ക്കും ഇടയിലുള്ള പാലമാണ് നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാരൻ അനാസ്ഥ തുടരുന്നത്. സംസ്ഥാന പാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ശാന്തൻപാറയ്ക്ക് സമീപമുള്ള ചണ്ണക്കട പാലം പുനർനിർമ്മിച്ചിട്ടില്ല. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാനുള്ള വീതിയാണ് പാലത്തിനുള്ളത്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഉടുമ്പൻചോല MLA M. M. മണി ഇടപെട്ട പാലം വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് 2,32,00,000 രൂപ ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ലെന്ന് CPI പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നു. താല്പര്യമായിട്ടില്ല. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഈ പാലം പണിയുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ കോൺട്രാക്റ്റുകാർ വന്ന് ഒരു ദിവസം മണ്ണെടുത്ത് വിട്ടിട്ട് പോയിട്ട് ഇതുവരെയ്ക്കും ഇങ്ങോട്ട് തിരികെ കൂടെ നോക്കിയിട്ടില്ല. ഈ 5-6 മാസമായിട്ട് ഇത് വലിയ അപകടമുള്ള പാലമാണ്. ഇവിടെ വലിയ പല അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ അപകടം നടന്ന് ഒരാളും മരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഗുരുതരമുള്ള പാലമാണ്. ഈ കോൺട്രാക്റ്റുകാരൻ അനാവസരം കാണിക്കുന്നുണ്ട്. ഇത് അടിയന്തരമായി നടപടിയെടുത്ത് ഈ പെട്ടെന്ന് ഈ പാലം പണിത്, ഈ ഹൈവേയിലുള്ള പാലം പണിത്, സംസ്ഥാന ഹൈവേ ഉള്ള പാലമാണ്, പാലം പണിത് ജനങ്ങൾക്ക് ഏൽപ്പിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്. കരാർ ഏറ്റെടുത്തതിന് ശേഷം കരാറുകാരൻ ആകെ ചെയ്തത് JCB എത്തിച്ച നിലവിലുള്ള പാലത്തിന് താഴ്വശത്തായി അല്പം മണ്ണ് മാറ്റിയത് മാത്രമാണ്. കൊടും വളവിലായി സ്ഥിതി ചെയ്യുന്ന പാലത്തിലേക്ക് ഇരുവശത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾ കാണാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഇരുവശത്തു നിന്നും വാഹനങ്ങൾ പാലത്തിലേക്ക് എത്തുകയും തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്കും ഇവിടെ നിത്യസംഭവമാണ്. പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. സിറ്റി വിഷൻ, ശാന്തൻപാറ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട ദേവികുളം ഇറച്ചൽപാറയിൽ കഴിഞ്ഞ വർഷം മലയിടിച്ചിലുണ്ടായി മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത്, വനം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത്. പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഇറച്ചൽപാറയിൽ മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു. മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും ഇടിഞ്ഞെത്തിയ മണ്ണ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത്, വനം വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തിയത്. ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചാലുടൻ മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും നീക്കം ചെയ്യുന്ന മണ്ണ് തള്ളാൻ വനംവകുപ്പ് സ്ഥലം നൽകിയെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ പറഞ്ഞു. മണ്ണ് നീക്കം ചെയ്യാനുള്ള തീരുമാനം ആശാവഹമെന്ന് പ്രദേശവാസികളും പ്രതികരിച്ചു. മഴക്കാലത്ത് ദേവികുളത്ത് LP സ്കൂളിന് സമീപത്തായിട്ട് താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായ ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്തവണയും മഴക്കാലം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ അധിവസിക്കുന്നവർ മാറി താമസിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഭയന്നിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ PWD അധികൃതരും ഫോറസ്റ്റും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാരും ഇന്നിവിടെ സന്ദർശിക്കുകയും മണ്ണ് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. മണ്ണിടിച്ചിലുണ്ടായതിന് മുകൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു. മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ വന്നാൽ റോഡിലാകെ മണ്ണൊഴുകി പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇത് ഗതാഗതം ദുഷ്കരമാക്കും. മാത്രവുമല്ല, മണ്ണ് നീക്കാതെ വന്നാൽ മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടതായും വരും. സിറ്റി വിഷൻ, ദേവികുളം. ഇനി നോക്കാം ഇടുക്കിയിലെ കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്.
മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിന് സമീപം പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് കൗതുകം സമ്മാനിക്കാറുണ്ട്. പുൽമേടുകളിൽ തീറ്റ തേടി നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് നയന മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. കാടിറങ്ങുന്ന കാട്ടാനകൾ ആശങ്കകൾ മാത്രമല്ല, ചിലപ്പോഴെങ്കിലും കണ്ണുകൾക്ക് കൗതുക കാഴ്ചയും നൽകുന്നുണ്ട്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിന് സമീപം പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിക്കുകയാണ്. ചിലപ്പോൾ ഒറ്റയ്ക്കും മറ്റു ചിലപ്പോൾ കുഞ്ഞുങ്ങളുമടക്കം കൂട്ടമായുമൊക്കെ ഇവിടെ കാട്ടാനകൾ തീറ്റ തേടിയും വിശ്രമിച്ചുമൊക്കെ നടക്കുന്നു. മഴ പെയ്തതോടെ ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ ഇളം പുല്ലുകൾ കിളിർത്ത ആനകൾക്ക് തീറ്റ വേണ്ടുവോളം നൽകുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്കപ്പോഴും ഇതുവഴി കടന്നു പോകുന്നവർക്ക് കാട്ടാനകൾ മേയുന്നത് കൗതുക കാഴ്ച. ആനച്ചന്തം മതിവരുവോളം കണ്ടും ചിത്രങ്ങൾ പകർത്തിയും മാത്രമേ സഞ്ചാരികൾ യാത്ര തുടരാറുള്ളൂ. തീറ്റ തേടി നടക്കുന്ന കാട്ടാനകളുടെ കാഴ്ചയും സഞ്ചാരികളെ രസിപ്പിക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ ജലാശയത്തിലിറങ്ങി നീരാട്ട് നടത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെയും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ച. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് തിരിച്ചു വരും. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. അവധിക്കാലത്ത് കുട്ടികൾക്കായി ഭൂമി പാട്ടത്തിനെടുത്ത് എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ച കളിസ്ഥലം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സന്ദർശിച്ചു. കളിക്കളം ഒരുക്കിയതിലൂടെ നാടിനെ ഉയർത്താൻ കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ തലമുറ അവധിക്കാലത്ത് മൊബൈൽ ഫോണിനും ലഹരിക്കും അടിമപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ ലഹരിക്കെതിരെയുള്ള പോരാട്ടവും നടക്കുന്നതിനിടയിലാണ് ഒരു നാട്ടിലെ മുഴുവൻ കുട്ടികളെയും യുവാക്കളെയും എഴുകുംവയൽ എന്ന ഗ്രാമത്തിന്റെ ഒരിടത്ത് ഒത്തുകൂടുവാൻ അവസരമൊരുക്കി എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് പാട്ടത്തിന് ഭൂമിയെടുത്ത് 2 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് കളിക്കളം നിർമ്മിച്ചത്. ഇത് സംസ്ഥാനത്താകെ ചർച്ചയാവുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കളിക്കളം നേരിട്ടെത്തി സന്ദർശിച്ചത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കായിക പരിശീലനം നടത്താൻ ഉതകുന്ന തരത്തിൽ കളിക്കളം തീർത്ത ബാങ്കിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു.
കളിക്കളത്തിൽ വെച്ച് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ വെച്ച് മന്ത്രി സ്പോർട്സ് കിറ്റുകളുടെ വിതരണവും നടത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സാബു മാത്യു സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം റോമിയോ സെബാസ്റ്റ്യൻ, എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി വിപിൻ സെബാസ്റ്റ്യൻ, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ആഗ്രഹമുള്ള യുവാക്കളും കുട്ടികളുമുണ്ട്. പക്ഷേ കളിക്കാൻ ഒരിടമില്ല. ബൈസൺവാലി പഞ്ചായത്തിലെ ഗോത്ര ഗ്രാമമായ കോമാളിക്കുടിയിലെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവുമാണ് തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കളിക്കളം വേണമെന്നത്. കളിക്കാനൊരിടം വേണമെന്ന ഗോത്രഗ്രാമമായ ബൈസൺവാലി കോമാളിക്കുടിയിലെ കുട്ടികളും യുവാക്കളും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഫലമില്ല. സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി എല്ലായിടത്തും വോളിബോൾ മത്സരവും ക്രിക്കറ്റ് ടൂർണമെൻറ്റുമൊക്കെ നടക്കുമ്പോൾ അതൊന്നും കോമാളിക്കുടിയിലേക്ക് എത്തില്ല. കായിക മേഖലയോട് താല്പര്യമുള്ള ഒരു വലിയ വിഭാഗം കുട്ടികളും യുവാക്കളും ഈ ഗോത്രഗ്രാമത്തിലുണ്ട്. പക്ഷേ അവരുടെ ആ ആഗ്രഹം സഫലമാക്കാൻ ഒരു കളിക്കളവുമില്ല. ഈ കുടിയിലെ കുട്ടികൾക്ക് കളിക്കാനൊരു നല്ല ഗ്രൗണ്ടില്ല. കുട്ടികൾ മിക്കപ്പോഴും ഇവിടെ ഈ സ്ഥലത്താണ്, ഈ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കാണ് ക്രിക്കറ്റും മറ്റും കളിക്കുന്നത്. മിക്ക സമയത്തും താഴെ വീണ് കയ്യും കാലും ഒക്കെ മുറിയാറും ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. എങ്കിലും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തെ ഉള്ള സ്ഥലങ്ങളിൽ അവർ ഒത്തുകൂടി കളികളിൽ ഏർപ്പെടും. പക്ഷേ ചെറുതെങ്കിലും ഒരു ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ വേണ്ട രീതിയിൽ പരിശീലിക്കാൻ കഴിയില്ലെന്നാണ് ഇവർ പറയുന്നത്. കുടിയിൽ 10-50 കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് വൈകുന്നേരമായ കളിക്കാൻ പോലും സ്ഥലമല്ല. ഈ പാറക്കെട്ടുകളിലാണ് ഞങ്ങൾ കളിക്കുന്നത്. അതിനാൽ സർക്കാർ വേണ്ടതുപോലെ എന്തെങ്കിലും ചെയ്തെന്നാൽ. പരമ്പരാഗത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ഗോത്രഗ്രാമമാണ് കോമാളിക്കുടിയെങ്കിലും ആധുനികതയിൽ വികസനത്തിനൊപ്പത്തിനൊപ്പം നടക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റും വോളിബോൾ, ഫുട്ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങളോട് ഏറെ താല്പര്യമുള്ള കുട്ടികളെ ഇവിടെ നിന്നും വളർത്തിയെടുക്കാൻ തങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് കുട്ടികളും യുവാക്കളും ഒപ്പം മാതാപിതാക്കളും ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, ബൈസൺവാലി. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം. സംസ്ഥാന പാതയിൽ കുളമാവ് മുതൽ ഇടുക്കി കളക്ട്രേറ്റ് വരെയുള്ള ഭാഗത്താണ് വൻമരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. കാലവർഷത്തിൽ ഉണങ്ങിയ മരങ്ങളടക്കം റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നതും എല്ലാ വർഷവും പതിവാണ്. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ ഇടുക്കി കളക്ട്രേറ്റിനും കുളമാവ് മുത്തിയുരുണ്ടപാറയ്ക്കും ഇടയിലാണ് ചെറുതും വലുതുമായ വൻമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുന്നത്. നിലവിൽ കാലവർഷം ആരംഭിക്കാനിരിക്കെ ഇവ മുറിച്ചു നീക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജില്ലാ ആസ്ഥാനത്തു നിന്നും തൊടുപുഴ മേഖലയിലേക്കുള്ള ഏക ഗതാഗത മാർഗമായ റോഡിന്റെ വശങ്ങളിലെ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ വനം വകുപ്പ് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. അടിയന്തരമായിട്ട് വനം വകുപ്പും PWDയും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് ആ മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വരുന്ന കാലവർഷത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ്. പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വനം വകുപ്പുകളും സംയുക്ത പരിശോധന നടത്തിയ ശേഷം അപകടകരമായ മരങ്ങൾ കാലവർഷം ആരംഭിക്കുന്നതിനു മുമ്പേ വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. ഒപ്പം റോഡിലേക്ക് നീണ്ടു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും മുറിച്ചു മാറ്റണമെന്നും പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ LSS USS പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. അനുമോദന യോഗം വാർഡ് മെമ്പർ ബിജി സന്തോഷ ഉദ്ഘാടനം ചെയ്തു. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ LSS USS വിജയികളെയാണ് അനുമോദിച്ചത്. 4 കുട്ടികൾ LSS പരീക്ഷയിലും 18 കുട്ടികൾ USS പരീക്ഷയിലും വിജയികളായി. 4 കുട്ടികൾക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. മൊമന്റോ നൽകിയും പൊന്നാടി അണിയിച്ചും കുട്ടികളെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ KP ജെയിൻ അധ്യക്ഷത വഹിച്ചു. യോഗം വാർഡ് മെമ്പർ ബിജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ കാലങ്ങളായി നമുക്കറിയാം, ഇങ്ങനെയുള്ള വിജയങ്ങളൊന്നും ഒരു പുതുമയല്ല. നമ്മളെല്ലാം NRCT സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലായാലും ലോകോത്തര തലത്തിലായാലും പേരെടുക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിച്ച് ഇറങ്ങി പോകുന്ന എല്ലാവരും. സ്പോർട്സിന്റെ രീതിയിലായാലും അല്ലാതെ വിദ്യാഭ്യാസ രംഗത്തായാലും. ഹെഡ് മാസ്റ്റർ KR ശ്രീനി, വാർഡ് മെമ്പർ CR രാജു, പ്രിൻസിപ്പാൾ OS റജി,
PTA പ്രസിഡന്റ് VN ഉല്ലാസ്, MBTA പ്രസിഡന്റ് വീണ അനൂപ്, ശാഖാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കോഴയിൽ, സ്റ്റാഫ് സെക്രട്ടറി KS രതീഷ് കുമാർ, MB വിഷാദ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് പഞ്ചായത്തിലെ ചെരിപ്പുറത്ത് ആരംഭിക്കുന്ന തനിമ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുറം നാരകത്തിനാംകുന്നിൽ ബിനുവിന്റെ വീട്ടിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് സണ്ണി പുളിക്കാന്തടത്തിൽ അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ നിങ്ങളുടെ ഈ നാടിന്റെ വികസനത്തിന്, നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതിനും നിങ്ങൾ ഒത്തുചേർന്ന് നല്ല രീതിയിൽ നടത്തണം. ഈ റെസിഡൻസ് അസോസിയേഷൻ ഈ ഉദ്ഘാടനത്തോടുകൂടി അതിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകാതെ നല്ല രീതിയിൽ ഇനിയും ഇപ്പൊ പറഞ്ഞതുപോലെ ഓണം, വിഷു, ക്രിസ്മസ്. രാജാക്കാട് പോലീസ് ഇൻസ്പെക്ടർ V വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സിജോ കൊച്ചുമുട്ടം സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബിനോയി ഫിലിപ്പ് നന്ദിയും അർപ്പിച്ചു. ചടങ്ങിൽ വെച്ച് SSLCക്ക് മികച്ച വിജയം നേടിയ കുട്ടികളെയും മുൻ സൈനികൻ കൂടിയായ അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണിയെയും ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, വാർഡ് മെമ്പർ വീണ അനൂപ്, ട്രഷറർ ശ്രീകുമാർ മൂലവള്ളിയിൽ, ജോയിന്റ് സെക്രട്ടറി ബാബു പൊറ്റങ്കോട്ട് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നന്ദനം വോയിസിന്റെ ഗാനമേളയും സ്നേഹവിരുന്നും നടത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രളയത്തിൽ മണ്ണും ചെളിയും നിറഞ്ഞ് നികന്ന ചെക്ക് ഡാം ക്ലീൻ ചെയ്യാൻ നടപടിയില്ല. പന്നിയാർ മിനി പവർ ഹൗസിന്റെ പ്രവർത്തനം അവതാളത്തിൽ. 35 മെഗാവാട്ടിന്റെ പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 മെഗാവാട്ട്. റവന്യൂ ഭൂമിയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റം. വനം വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങി അതിജീവന പോരാട്ടവേദി. പ്രതിഷേധം ശക്തമാക്കുമെന്നും റസാഖ് ചൂരവേലിൽ. അടിമാലി കുരങ്ങാട്ടി ആദിവാസി മേഖല ഇപ്പോഴും പരിധിക്ക് പുറത്ത്. പ്രദേശത്ത് BSNL ടവർ നോക്കുകുത്തിയെന്ന് നാട്ടുകാർ. ആശയവിനിമയത്തിന് സംവിധാനമൊരുക്കണമെന്നും കുടുംബങ്ങൾ. സംസ്ഥാന പാതയിലെ അപകടക്കണിയായി മാറിയ പാലം നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാരന്റെ അനാസ്ഥ. വികസനം കാത്ത മൂന്നാർ കുമളി സംസ്ഥാന പാതയിലെ ശാന്തൻപാറ ചണ്ണക്കട പാലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം സീമാസിൽ. ഷോപ്പ് ചെയ്യാം വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ടോപ്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ. വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്. കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ.
ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച നൂറുകണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.